ഹലോ, സെയിൽ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഫേവററ്റ് കസ്റ്റമർ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതുപോലെ ഒരു ചേച്ചിയാണ് തിരുവനന്തപുരത്തുള്ള അനിത ചേച്ചി. അനിത ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ പ്ലാന്റ്സ് വാങ്ങിക്കുകയുള്ളൂ. ഒരു 40ഓളം വെറൈറ്റി ലോട്ടസും 20 വെറൈറ്റി വാട്ടർ ലില്ലി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, ഇംഗ്ലീഷ് റോസ് എന്ത് ഭംഗിയിലാണ് വിരിഞ്ഞ് നിൽക്കുന്നതെന്ന്. ഇംഗ്ലീഷ് റോസ് ഒരു നൈറ്റ് ബ്ലൂമറാണേ. നൈറ്റ് ബ്ലൂമർ ആണെങ്കിൽ പോലും രാവിലെ ഒരു 11 മണി വരെയൊക്കെ വിരിഞ്ഞ് നിൽക്കും. ഇതുണ്ടല്ലേ എത്ര ഫ്ലവറാണ് വിരിഞ്ഞ് നിൽക്കുന്നതെന്ന് നോക്കിയോ വാട്ടർ ലില്ലിയില്ല. ലോട്ടസിൽ ഫ്ലവറൊന്നും ഇല്ല അധികം, കാരണം ലോട്ടസിലാണെങ്കിൽ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഇല്ല കേട്ടോ. ഇംഗ്ലീഷ് റോസ് വെയിലത്തൊക്കെ നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഒരു 8 മണി 9 ആകുമ്പോഴത്തേനും ഇത് വിരിയും. എന്നിട്ട് രാവിലെ ഒരു 11 മണി വരെ ആകുമ്പോഴത്തേനും കൂപ്പിപ്പോകുന്നു കേട്ടോ. നല്ല സെറ്റ് ചെയ്ത് എല്ലാ വാട്ടർ ലില്ലി ലോട്ടസും എല്ലാം നല്ല പോയ മോശമായിട്ടുള്ള ലീഫൊന്നും ഇല്ലാതെ എല്ലാം കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ചേച്ചിക്ക് ഒത്തിരി സ്പേസ് ഒന്നുമില്ല, എല്ലാം വെക്കാനൊന്നും. ടൗണിൽ തന്നെയാണ് വീട്. അപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. മുറ്റത്തൊന്നും വെക്കാനൊന്നും സ്ഥലമേ ഇല്ല. അതുകൊണ്ട് ടെറസിൻ്റെ മുകളിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം നല്ല നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതാ വെള്ളമൊക്കെ കണ്ടില്ലേ, കണ്ടാൽ തന്നെ അറിയാം വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ചേച്ചി എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ നടുവൊക്കെ ചെയ്യുള്ളൂ. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചേച്ചി ചോദിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം എന്നോട് ആദ്യം ഫോൺ വിളിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, എനിക്കൊരു ലോട്ടസിൻ്റെ ടൂർ വേണം മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കൊരു മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് നമ്പർ എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ തരാൻ. ചേച്ചിയുടെ ഹസ്ബൻഡ് പൂജാരിയാണ് കേട്ടോ, അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ആളാണ്. അപ്പം ഹസ്ബൻഡ് അമ്പലത്തിൽ കൊണ്ടുപോകാനും പൂജാമുറിയിൽ വെക്കാനും എനിക്ക് ലോട്ടസിൻ്റെ ഫ്ലവർ വേണം. അതിന് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് 2 ട്യൂബർ വേണം എന്ന് പറഞ്ഞു വന്ന ചേച്ചിയാണ്. ഇപ്പം എന്താ 40 വെറൈറ്റി ലോട്ടസിലെത്തി നിൽക്കുകയാണ് കേട്ടോ. സ്ഥലമില്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ചേച്ചി ഈ കുറച്ചുകൂടെ ലോട്ടസ് വാങ്ങിച്ചു വെച്ചേനെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് സ്പേസ് ഇട്ടിരിക്കുന്നത് ചേച്ചിക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. കണ്ടില്ല, സൈഡൊന്നും കെട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ചേച്ചി അത്രയും കെയർഫുള്ളായിട്ടാണ് അതിൽ നടക്കുന്നതൊക്കെ കേട്ടോ. അപ്പം ചേച്ചി അത്യാവശ്യം ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. ട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ നേഴ്സറിക്കാർക്ക് കുറച്ച് അടുത്തുള്ള നേഴ്സറിക്കാർക്ക് കൊടുക്കുകയും പിന്നെ വാട്ടർ ലില്ലി അത്യാവശ്യം ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് ചേച്ചി മണ്ണും എല്ലാം ചേച്ചിക്ക് കാശ് കൊടുത്ത് മേടിക്കണം. മണ്ണ് വരെ കാശ് കൊടുത്ത് മേടിക്കണം കേട്ടോ. അപ്പം ചേച്ചിയുടെ ഇപ്പം എന്താ പൂക്കളൊന്നുമില്ല. ചേച്ചി വീഡിയോ എടുത്തപ്പം പറഞ്ഞു പൂക്കളൊന്നുമില്ല, അമ്പലത്തിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ പൂജാമുറിയിൽ വെച്ചു എന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഴയും കൂടിയാണല്ലോ. അപ്പോൾ ചേച്ചി ലോട്ടസ് അത്യാവശ്യം സെയിൽ ചെയ്തതിന് ശേഷം കുറച്ച് വെറൈറ്റീസ് പുതിയത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെറൈറ്റീസും കൂടെ ചേച്ചി ട്യൂബറാകുമ്പോൾ തരണേന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്, ഉള്ള ഇടയിൽ വെക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് ചേച്ചി ഇരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ചേച്ചിയുടെ ലോട്ടസിൻ്റെ വാട്ടർ ലില്ലിയുടെ ഗാർഡന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ.